അപ്പോൾ ഇതുപോലെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പിന്നെ വേറെ കറിയൊന്നും നമുക്ക് വേണമെന്നില്ല. ചമ്മന്തി പോലും വേണമെന്നില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചിക്കനോ ഇറച്ചിയോ മീനോ ഒന്നും നമുക്ക് വേണ്ടായിരുന്നു. അത്രയ്ക്ക് രുചിയുള്ള കൂർക്ക മെഴുക്കുവരട്ടിയാണ് ഇത്. അതെ, നമുക്ക് കുറച്ച് കൂർക്ക കിട്ടി. ഇവിടെ അങ്ങനെ കൂർക്ക കിട്ടാറില്ല. ഇതിനിയിപ്പം തോല് കളഞ്ഞെടുക്കുന്നതാണ് എല്ലാവർക്കും ഒരു പാട്. ഇങ്ങനെ പ്രസ് ചെയ്താൽ അതിൻ്റെ തോല് വേഗം പൊക്കോളും കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. തുണിയിലൊക്കെ ഇട്ട് കെട്ടിയെടുക്കും. അങ്ങനെയൊന്നും വേണ്ട. ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ബാക്കി ഒന്ന് ചുരണ്ടി എടുത്താൽ മതി. എന്നിട്ട് വേഗം ഇതിൻ്റെ തോല് കളയാൻ പറ്റും. ഇതിന് മുമ്പ് കയ്യിൽ കുറച്ച് എണ്ണ തടവി വെക്കണം. അപ്പം നമ്മുടെ കയ്യിൽ കറയൊന്നും ആവത്തില്ല. ഇനി അങ്ങനെ വയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു തുണിക്കകത്ത്, പഴയ തുണി വേണം കേട്ടോ, പിന്നെ ആ തുണി വലിയ കാര്യമൊന്നും കാണത്തില്ല. ഇതുപോലെ കൂർക്ക എടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അങ്ങനെ ചുരട്ടി എടുത്താലും മതി. എന്തായാലും ശരി, കൂർക്കയുടെ തൊലി കളയാൻ ഇച്ചിരി പാടായിരിക്കും. എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഉണ്ടല്ലോ, വൃത്തിയായിട്ട് ഇതിൻ്റെ തോല് കളഞ്ഞ് പിന്നെ ഒരു കുറച്ചെങ്ങാനും ബാക്കി ഉണ്ടാകത്തുള്ളൂ. അത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തോല് ഇളകിപ്പോവും. വലിയൊരു പാടൊന്നുമല്ല കൂർക്ക ക്ലീൻ ചെയ്യുന്നത്. നമ്മളിതേപോലെ മുറിച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്തോട്ട് വേണം കൂർക്ക ഇടാൻ. അല്ലെങ്കിൽ നമ്മൾ കൂർക്ക അങ്ങ് കറുത്തു പോകും. അപ്പോൾ ഇനി ഇത് മുഴുവൻ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. കൂർക്ക കണ്ടില്ലേ, കഴുകി നല്ല വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു നല്ല കളർ, നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നു. ഇനി നമുക്കിത് ഈ ഉള്ളി, പച്ചമുളക്, കൂർക്ക ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. വേവിച്ചിട്ടാണ് നമ്മളിത് മെഴുക്കുവരട്ടി എടുത്ത് ഉണ്ടാക്കുന്നത്. തോരനാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണ്ട, വേവിച്ചിട്ട് അരപ്പിട്ടാൽ മതിയല്ലോ. പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഇച്ചിരി അരി കുറച്ചിടാം. ഒത്തിരി നല്ല എരിയുള്ള മുളക്. അപ്പോൾ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം, മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എല്ലാ ഓയിലും നല്ലതാണ്. വെളിച്ചെണ്ണയാണെങ്കിൽ ആ നാടൻ ടേസ്റ്റ് കിട്ടും. വേണമെങ്കിൽ കറിവേപ്പില ഇടാം. നമ്മൾ കറിവേപ്പില ഒന്നും ഇടാറില്ല. സിമ്പിളായിട്ട് പിന്നെ മുളകും എന്താ പറയട്ടെ, മഞ്ഞപ്പൊടി ഇട്ട് മെഴുക്കുവരട്ടാറാണ് പതിവ്. ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് ഇട്ട് ചൂട്. അപ്പോൾ ഇനി ഇതുപോലെ നിരത്തിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എരി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി ഇപ്പം നല്ല കളറുണ്ടല്ലോ, അത് വേണ്ടായി. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി കൂർക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉലർത്തുണ്ടാക്കാം, തീയൽ വയ്ക്കാം, അങ്ങനെ ഒരു എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് രുചിയാണ് കൂർക്കയ്ക്ക്. അപ്പം അതായത് നമ്മുടെ കൈയൊക്കെ അഴുക്കാവുമെന്നൊന്നും വിചാരിച്ചിട്ട് മടി പിടിച്ചിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. മിക്സ് ചെയ്യരുത് കൂർക്ക കിട്ടുന്ന സമയത്ത്. അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.